എല്ലാവർക്കും സ്വാഗതം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചെറിയ ചോദ്യം എങ്ങനെയാണ് ഒരു വലിയ ശാസ്ത്രീയ കണ്ടെത്തലായി മാറുന്നത് എന്ന്? ശരി, അതിന്റെ പിന്നിലെ ഒരു രഹസ്യം നമുക്കിന്നൊന്ന് നോക്കാം. അതിന്റെയൊക്കെ തുടക്കം ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ്. അതായത്, നമുക്ക് പരീക്ഷിക്കാൻ കഴിയുന്ന നല്ല ഉറപ്പുള്ള ഒരു ഹൈപ്പോത്തീസിസ് അല്ലെങ്കിൽ ഒരു പരികൽപ്പന ഉണ്ടാക്കുന്നതിൽ നിന്ന്. അപ്പോൾ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ അതൊരു വെറും ഊഹമല്ല കേട്ടോ. അതിനെ നമുക്കൊരു പാലം പോലെ കാണാം. അതായത്, നമ്മുടെ മുന്നിലുള്ള ഒരു ഗവേഷണ പ്രശ്നത്തെ അതിന്റെ ഫലം എന്തായിരിക്കും എന്നൊരു വ്യക്തമായ പ്രവചനവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ഈ ബ്ലൂ പ്രിന്റാണ് നമ്മൾ എന്ത് പഠിക്കണം, എങ്ങനെ ഡേറ്റ അനലൈസ് ചെയ്യണം എന്നതിനൊക്കെ വഴികാട്ടുന്നത്. അപ്പോൾ ഒരു നല്ല ബ്ലൂ പ്രിന്റിന് വേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാ? നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഏതൊരു നല്ല ബ്ലൂ പ്രിന്റിന്റെയും ആദ്യത്തെ നിയമം എന്താണെന്നറിയാമോ? അത് വളരെ സിമ്പിളാണ്. വായിക്കുന്ന ആർക്കും ഒരു സംശയവും തോന്നരുത്. അത്രയ്ക്ക് ക്ലിയർ ആയിരിക്കണം. അതായത്, ആ റിസർച്ച് ചെയ്യുന്ന ആൾക്കും പിന്നീടത് വായിക്കുന്ന നമുക്കും എല്ലാവർക്കും ഒരേ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവണം. ഒരു കൺഫ്യൂഷനും പാടില്ല. ഇങ്ങനെ അവ്യക്തത ഒഴിവാക്കുമ്പോൾ ആ പഠനത്തിനൊരു കൃത്യമായ ഫോക്കസ് കിട്ടും. ഇവിടെയാണ് അസൽ കളി. സംഗീതം കേട്ടാൽ രോഗികൾക്കൊരാശ്വാസം കിട്ടുമെന്ന് പറയുന്നത് ഒരു ഐഡിയ മാത്രമാണല്ലേ? പക്ഷേ മ്യൂസിക് തെറാപ്പി കൊടുത്താൽ അവരുടെ ആൻസൈറ്റി സ്കോറുകൾ കുറയുമെന്ന് പറയുമ്പോഴോ, അത് നമുക്ക് അളന്നു നോക്കാൻ പറ്റുന്ന, പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്ലാനായി മാറി. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു ബ്ലൂ പ്രിന്റിൽ കൃത്യമായ അളവുകളൊന്നുമില്ലെന്ന് വെറുതെ ഒന്ന് ഓർത്തു നോക്കൂ. അത് പിന്നെന്തിനു കൊള്ളാം? ഒരു കാര്യവുമില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു ഹൈപ്പോത്തിസിസിന്റെ കാര്യവും. അതിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിർബന്ധമായും വേണം. കാരണം സിമ്പിളാണ്. നമുക്ക് ഒന്നിനെ അളക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ശാസ്ത്രീയമായിട്ട് പരീക്ഷിക്കാനും പറ്റിയില്ല. ഈ ഒരു പ്രോസസ്സിനെയാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത്, ഉത്കണ്ഠ പോലെയുള്ള നേരിട്ട് കാണാൻ പറ്റാത്തൊരാശയത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാക്കി അല്ലെങ്കിൽ ഒരു സ്കോറാക്കി മാറ്റുന്ന പരിപാടി. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി, അളക്കാൻ പറ്റുന്ന രീതിയിലുമായി. പക്ഷേ അതുമാത്രം മതിയോ? പോരാ. ഒരു നല്ല ഹൈപ്പോത്തസിസ് വെറുതെ കുറച്ച് വേരിയബിളുകളെ ലിസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അത് കുറച്ചുകൂടി മുന്നോട്ടു പോയി അവ തമ്മിൽ എങ്ങനെയുള്ളൊരു ബന്ധമായിരിക്കും ഉണ്ടാവുക എന്ന് പ്രവചിക്കുക കൂടി ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ മാറ്റം വരുത്തുന്ന ഒരു കാര്യം. നമ്മുടെ ഉദാഹരണത്തിൽ അത് മ്യൂസിക് തെറാപ്പിയാണ്, അല്ലേ? ഈ മ്യൂസിക് തെറാപ്പി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ മാറ്റം എവിടെയാണ് കാണുക? അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. അതായത്, നമ്മൾ അളന്നു നോക്കുന്ന ഫലം. നമ്മൾ കൊടുത്ത ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയോ എന്ന് നമ്മൾ ഇവിടെയാണ് പരിശോധിക്കുന്നത്. നമ്മുടെ ഉദാഹരണത്തിൽ അത് ഉത്കണ്ഠയുടെ സ്കോറാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതായത് കാരണം, അതിൽ നമ്മളൊരു മാറ്റം വരുത്തുമ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിളിൽ, അതായത് ഫലത്തിൽ, അതിനനുസരിച്ചുള്ളൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു പ്രവചനമാണ് ഹൈപ്പോത്തസിസ്. ശരി, ഇനി അടുത്ത ഘട്ടം. നമ്മുടെ ബ്ലൂ പ്രിന്റൊക്കെ റെഡിയായി. പക്ഷേ അത് വെറും കടലാസിൽ ഒതുങ്ങിയാൽ മതിയോ? പോരാ, അത് യഥാർത്ഥ ലോകത്ത് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. അപ്പോൾ ഒരു കാര്യം ഓർക്കണം. ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് വെറുമൊരു നല്ല ഐഡിയ അല്ല. അത് തെളിവുകൾ വെച്ച് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റണം. നമ്മുടെ കയ്യിലുള്ള സമയം, പണം, സൗകര്യങ്ങൾ ഇതൊക്കെ വെച്ച് അത് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. പിന്നെ മുൻപ് നടന്ന പഠനങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധവും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഇനി ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നമ്മുടെ ഫൈനൽ ബ്ലൂ പ്രിന്റ്, അതായത് ഒരു സമ്പൂർണ്ണ ഹൈപ്പോത്തിസിസ് എങ്ങനെയിരിക്കും എന്ന് നോക്കാം. ഇപ്പോൾ ഇത് നോക്കൂ. ഇതാണ് ഒരു കംപ്ലീറ്റ് പരീക്ഷിക്കാൻ പറ്റുന്ന ഹൈപ്പോത്തസിസ്. എന്തുകൊണ്ട്? കാരണം ഇത് വളരെ വ്യക്തമാണ്. ഇതിലെ ഇൻഡിപെൻഡന്റ് വേരിയബിളായ മ്യൂസിക് തെറാപ്പിയും ഡിപ്പെൻഡന്റ് വേരിയബിളായ ആൻസൈറ്റി സ്കോറും നമുക്ക് കൃത്യമായി അളക്കാൻ പറ്റും. പോലാത്തതിന് ഇവ തമ്മിലുള്ളൊരു ബന്ധം അത് പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. ഈ 6 കാര്യങ്ങൾ, അതായത് വ്യക്തത, അളക്കാനുള്ള കഴിവ്, ഒരു ബന്ധം പ്രവചിക്കുന്നത്, പിന്നെ അത് പ്രായോഗികമായി പരീക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ ചേരുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ ഒരു സാധാരണ ചോദ്യം ഒരു പുതിയ കണ്ടെത്തലിലേക്കുള്ള ശക്തമായ ഒരു ടൂളായി മാറുന്നത്. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഓരോ ക്ലിനിക്കൽ ചോദ്യത്തിനും നമ്മൾ ഇങ്ങനെയൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി മുന്നോട്ട് പോയാലോ? അപ്പോൾ പിന്നെ നമ്മുടെ രോഗി പരിചരണം എന്നത് വെറും പണ്ടുമുതലേ ഇങ്ങനെയാണ് എന്ന രീതിയിൽ നിന്നും മാറും. പകരം ഓരോ ഹൈപ്പോത്തീസിസിലൂടെയും തെളിയിക്കപ്പെട്ട ഉറപ്പുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാവും ഓരോ കാര്യവും ചെയ്യുക. അത് വലിയൊരു മാറ്റം തന്നെയല്ലേ?